ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റൂത്തിൻ്റെ അധ്യായം 4 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, റൂത്ത് 4-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? ഉത്തരം, റൂത്തിൻ്റെ വിവാഹം. 2. റൂത്ത് 4:1 അനുസരിച്ച് ബോവാസ് എവിടെയാണ് എത്തിയത്? ഉത്തരം, നഗരവാതിൽക്കൽ. 3. ബോവാസ് നഗരവാതിൽക്കൽ ചെന്നപ്പോൾ അവിടെ ആരാണ് വന്നത്? ഉത്തരം, മുൻപ് പറഞ്ഞ ബന്ധു. 4. റൂത്ത് 4:1 പ്രകാരം ബോവാസ് സ്നേഹിതനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. 5. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചുകൊണ്ട് വന്നത്? ഉത്തരം, ശ്രേഷ്ഠന്മാരായ 10 പേരെ. 6. നഗരത്തിൽ നിന്നും ശ്രേഷ്ഠന്മാരായ 10 പേരെ വിളിച്ചുകൊണ്ടുവന്നത് ആരാണ്? ഉത്തരം, ബോവാസ്. 7. ബോവാസിന്റെ ബന്ധുവായ എലിമെലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോയത് ആരാണ്? ഉത്തരം, നവോമി. 8. നവോമി ഏത് ദേശത്ത് നിന്നും തിരിച്ചു വന്നെന്നാണ് ബോവാസ് സ്നേഹിതനോട് പറഞ്ഞത്? ഉത്തരം, മൊവാബ് ദേശത്ത് നിന്നും. 9. 4:3 പ്രകാരം ബോവാസ് സ്നേഹിതനെ അറിയിച്ചതെന്ത്? ഉത്തരം, മൊവാബ് ദേശത്ത് നിന്നും തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമെലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു എന്ന്. 10. ആരുടെ സാന്നിധ്യത്തിൽ സ്നേഹിതനോട് അത് വാങ്ങുക എന്ന് പറയണമെന്നാണ് ബോവാസ് ആഗ്രഹിച്ചത്? ഉത്തരം, ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ. 11. എങ്ങനെയെങ്കിൽ നീ അത് വീണ്ടെടുക്കുക എന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം, മനസ്സുണ്ടെങ്കിൽ. 12. എങ്ങനെയെങ്കിൽ എന്നെ അറിയിക്കുക എന്നാണ് ബോവാസ് പറഞ്ഞത്? താല്പര്യമില്ലെങ്കിൽ. 13. വയൽ വാങ്ങുന്ന ദിവസം തന്നെ മറ്റെന്തുകൂടി ചെയ്യണമെന്നാണ് ബോവാസ് സ്നേഹിതനോട് പറഞ്ഞത്? ഉത്തരം, വിധവയും മൊവാബ്യയുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണം. 14. എന്തിനു വേണ്ടിയാണ് വയലിനോടൊപ്പം റൂത്തിനെ കൂടി സ്വീകരിക്കണമെന്ന് ബോവാസ് സ്നേഹിതനോട് പറഞ്ഞത്? ഉത്തരം, മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി. 15. റൂത്തിനെ കൂടി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹിതന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം, അത് സാധ്യമല്ല. 16. സ്നേഹിതൻ അത് സാധ്യമല്ല എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം, അതുവഴി അവന്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകുന്നതുകൊണ്ട്. 17. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. എനിക്കത് സാധ്യമല്ല. 4:7 പ്രകാരം ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം, ബോവാസിന്റെ സ്നേഹിതന്റെ. 18. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുമ്പ് നിലനിന്നിരുന്ന നിയമം എന്തായിരുന്നു? ഉത്തരം, ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ഇതായിരുന്നു ഇസ്രായേലിലെ നിലനിന്നിരുന്ന നിയമം. 19.
നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു എന്താണ് ചെയ്തത്? അയാളുടെ ചെരുപ്പൂരി. 20. ആരെ സാക്ഷി നിർത്തിയാണ് ബോവാസ് എലീമെലെക്കിന്റെയും മഹ്ലോൻ കിലിയോൻ എന്നിവരുടെയും എല്ലാ സ്വത്തുക്കളും നവോമിയിൽ നിന്നും വാങ്ങിയത്? ഉത്തരം: ശ്രേഷ്ഠന്മാരെയും മറ്റുള്ളവരെയും. 21. 4:10 പ്രകാരം ബോവാസ് ഭാര്യയായി സ്വീകരിച്ചത് ആരെയാണ്? ഉത്തരം: മൊവാബ്യയും മഹ്ലോന്റെ വിധവയുമായ റൂത്തിനെ. 22. എന്തിനു വേണ്ടിയാണ് ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചത്? ഉത്തരം: മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്ത് നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടി. 23. 4:11 അനുസരിച്ച് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് എന്താണ്? ഉത്തരം: ഞങ്ങൾ സാക്ഷികളാണ്. 24. നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ കർത്താവ് ആരെ പോലെ ആക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം: ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആക്കട്ടെ എന്ന്. 25. നീ എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം: എഫ്രാത്തയിൽ. 26. നീ എവിടെ പ്രസിദ്ധനുമാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം: ബെത്ലഹേമിൽ. 27. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത ആരെയെല്ലാം പോലെ ആക്കട്ടെ എന്നാണ് 4:11 പറയുന്നത്? ഉത്തരം: റാഹേൽ, ലേയ എന്നിവരെ പോലെ. 28. ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ ആരുടേതുപോലെ നിന്റെ ഭവനവും ആകട്ടെ എന്നാണ് 4:12 പറയുന്നത്? ഉത്തരം: യൂദായ്ക്ക് താമാറിൽ ജനിച്ച പെരേസിന്റെ ഭവനം പോലെ. 29. 4:13 പ്രകാരം ബോവാസ് ഭാര്യയായി സ്വീകരിച്ചത് ആരെയാണ്? ഉത്തരം: റൂത്തിനെ. 30. നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. ഇത് ആരെ ആരോട് എപ്പോൾ പറഞ്ഞതാണ്? ഉത്തരം: റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത്. 31. 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടത് എന്ന് 4:15 വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: റൂത്തിനെ. 32. 4:16 പ്രകാരം ശിശുവിനെ മാറോടണച്ച് പരിചരിച്ചത് ആരാണ്? ഉത്തരം: നവോമി. 33. റൂത്തിന്റെ പുത്രന്റെ പേരെന്ത്? ഉത്തരം: ഓബദ്. 34. ഹെബ്രോന്റെ പിതാവ് ആരാണ്? ഉത്തരം: പെരെസ്. 35. രാമിന്റെ പിതാവ് ആരാണ്? ഉത്തരം: ഹെബ്രോൻ. 36. അമിനാദാബിന്റെ പിതാവ് ആരാണ്? രാം. 37. നഹ്ശോന്റെ പിതാവ് ആരാണ്? അമിനാദാബ്. 38. സൽമോന്റെ പിതാവ് ആരാണ്? നഹ്ശോൻ. 39. ബോവാസിന്റെ പിതാവ് ആരാണ്? സൽമോൻ. 40. ഓബദിന്റെ പിതാവ് ആരാണ്? ഉത്തരം: ബോവാസ്. 41. ജസ്സയുടെ പിതാവ് ആരാണ്? ഉത്തരം: ഓബദ്. 42. ദാവീദിന്റെ പിതാവ് ആരാണ്? ഉത്തരം: ജസ്സെ. ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇനിയിപ്പോ ജസ്സയുടെ പുത്രൻ ആരാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ദാവീദ്.
അതുപോലെ ഓബദിൻ്റെ പുത്രൻ ആരാണ്? ജെസ്സെ. ബോവാസിൻ്റെ പുത്രൻ ആരാണ്? ഓബദ്. അങ്ങനെ എല്ലാം തിരിച്ച് അതും കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. പിതാവ് ആരാണെന്നും പുത്രൻ ആരാണെന്നും പ്രത്യേകം നിങ്ങൾ വായിച്ച് പഠിക്കണം. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം പഠിക്കണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ 4-ാം അധ്യായത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റൂത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിച്ചു. ഇനി അടുത്തത് നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇതാരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.